ഇവിടെയുള്ള ആത്മാക്കളൊക്കെ നമ്മുടെ കൂടെ പോരുമോ? അലഞ്ഞു തിരിയുന്ന എന്തേരി ആത്മാക്കളുണ്ട്. ഒരു ശ്മശാനത്തിന്റെ പ്രതീതിയല്ലേ ഇവിടെ. ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ഈ മണ്ണിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പീസായി. എന്നാലും വെട്ടിമുറിച്ച് പീസാക്കിയിട്ട് മണ്ണിക്കൂടെ കുഴിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രൂര മനസ്ഥിതിയുള്ള ബുദ്ധിമാനാ. ഇവന്റെ പിന്നിൽ കളിക്കുന്നവരാണ് ബുദ്ധി. ഇവനെ അവസാനം വട്ടനും കിറുക്കനും സൈക്കോയും ഒക്കെ ആക്കി ഈ കേസ് ഒതുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ക്രിമിനൽ ലോയർ അവന് കോടതി അഡ്വക്കേറ്റ് ഷുഗർ രോഗിയാക്കും, BP കൂട്ടും, കൂടും, അധികാരികൾ ബോഡികൾ മുഖ്യ ഇവരെല്ലാം നൈസായിട്ട് രക്ഷപ്പെടും. സബാഷിന് ജീവൻ തന്നെ ഓർത്തില്ല. തീർച്ചയായിട്ടും ഈ ബിന്ദു പത്മനാഭന്റെ സ്ഥലം മേടിച്ച് അനുഭവിക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ട് പൊതുജന സമക്ഷത്ത് കൊണ്ടുവന്നില്ല? അതാ ചോദിക്കുന്നത്. ഒറ്റ ഒരാളെ കുറ്റം ആരോപിച്ച് എങ്ങനെയാ ഒരാളിൽ കുറ്റം ആരോപിച്ച് അവൻ്റെ ആയുസ് എത്തിച്ച് ഈ കേസ് തേഞ്ഞു വാങ്ങി പോകും. എത്രയോ നാളായിട്ട് ഇപ്പോൾ ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പം 1.5 മാസക്കാലമായല്ലോ. ബിന്ദു പത്മനാഭന്റെ സ്ഥലം എത്ര വ്യക്തികളിലേക്ക് എഴുതി മാറിയെന്ന് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്? അതുപോലെ തന്നെ ബിന്ദു പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഐഷിയായിട്ട് ബന്ധപ്പെട്ട്, ഏലിയാമ്മയായിട്ട് ബന്ധപ്പെട്ട്, സിന്ധുവായിട്ട് ബന്ധപ്പെട്ട്, ബിന്ദുവായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ജൈനമ്മയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വ്യക്തത വരാൻ പറ്റിയിട്ടുണ്ടോ? ഈ ആകപ്പാടെ ജൈനമ്മയുടെ കാര്യങ്ങൾ മാത്രമാണ് ഒരു കൃത്യമായിട്ടൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ അല്ലേ സിജി? ജൈനമ്മയുടെ കാര്യങ്ങൾ മാത്രമേ നിഗമനത്തിൽ എത്താൻ പറ്റിയിട്ടുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരാളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരെ അനങ്ങുന്നില്ല. ഒരാളെ പോലും ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? വിളിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? 2018 കൂത്താട്ടുകൊടുത്ത് കാണുന്നു. ജൂലൈ 4 തീയതി ഏലിയാമ്മ തിരോധാന കേസിൽ അന്ന് വൈകിട്ട് തന്നെ തെളിവ് കിട്ടിയതല്ലേ, CCTV ദൃശ്യങ്ങളടക്കം. ഏലിയാമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ സിജിയെ, അതായത് തീർത്ത് തകർന്ന ഒരവസ്ഥയിൽ ദൈനംദിന കാര്യങ്ങൾ വരെ നിറവേറ്റി പോകാനായിട്ട് വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തളർച്ചയായ ഒരു മകൻ്റെ അമ്മേനെ തട്ടിക്കൊണ്ട് പോരുവാണ് ഈ സഭാഷന്. അതേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഉള്ളംകാലിൽ 100 കണക്കിന് തവണ അടിച്ച് ശരീരം മൊത്തം തളർന്നുപോയി. വീട്ടിൽ കിടപ്പായിരുന്നു. വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചു ഈ ഏലിയാമ്മയുടെ മകന്. പോലീസിന് കൊടും ക്രൂരത ഇരയായിരുന്നു. തീർച്ചയായിട്ടും വീണ് ഏക്കാൻ പാടില്ലാതെ തളർന്നു കിടന്ന ആ പയ്യനെ എൻ്റെ അമ്മയെ കാണാതായിട്ടും യാതൊരുവിധ അന്വേഷണമില്ല. എന്നിട്ട് ആ നാട്ടിലുള്ള 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവ്വ കിണറ്റിലും കുളത്തിലും ഒക്കെ പോയി തപ്പി. എന്തിനു വേണ്ടി? CCTV ദൃശ്യം, അതായത് ഏലിയാമ്മയും സബാഷും തമ്മിൽ നടന്നു പോകുന്ന CCTV ദൃശ്യം പോലീസിന്റെ കിട്ടിയായിരുന്നു. അന്ന് തന്നെ കിട്ടി. എന്നിട്ട് അത് വെച്ച് അന്വേഷണത്തിൽ ഇവർ പോയില്ല. ഇവരുടെ ഫോൺ കോൾ പരിശോധിച്ചില്ല. എന്തുകൊണ്ട്? വേണമെങ്കിൽ ആ സമയത്ത് പോലീസിന് വേണമെങ്കിൽ ഇവരെ കണ്ടുപിടിക്കാൻ പറ്റായിരുന്നോ? ഫോൺ കട്ടുമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തല്ലി തകർത്ത് അവന് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് ആക്കി. ഈ ചെറിയ കള്ളനും പോലീസും കളിക്കാനും പിടിക്കാനും അല്ലേ ഇവർക്ക് അറിയത്തുള്ളൂ. വേണ്ട രീതിയിലുള്ള അന്വേഷണം. ഒരാൾ മിസ്സായ കേസാണ്, ഒരാൾ നഷ്ടപ്പെട്ടതാണ്. ഇതിൽ വൻ ദുരൂഹതയുണ്ട് സബാഷിനുമായി ബന്ധപ്പെട്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബാഷിന്റെ പുരയിടത്തിലേക്ക് നമുക്കൊരു പ്രേതാലയത്തിന്റെ പ്രതീതിയല്ലേ സിജി? ഒരു ശ്മശാന മൂകതയല്ലേ ഇത്? പ്രിയരെ, എന്താണേലും ഡിജിറ്റൽ ന്യൂസ് വാർത്തകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ ഇനിയും വരുന്നുണ്ട്. എന്താണേലും ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണങ്ങൾ, ഒരു വ്യക്തമായൊരു അന്വേഷണങ്ങളും ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളോടായിട്ട് പറയും എന്ന് പ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങൾ ഉറ്റുനോക്കിയാണ് ഈ കേസിനെ, ഈ സബാഷിൻ്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട 5 സ്ത്രീകളുടെ കേസിനെ ജനങ്ങൾ ഉറ്റുനോക്കുവാണ്. ഇപ്പം നിലവിൽ റെക്കോർഡിക്കലായിട്ട് 5 പേരെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കൊരാൾ വിളിച്ചിട്ട്, കട്ടപ്പനയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് ഒരാൾ മിസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആധികാരികമായിട്ട് നമ്മൾ അന്വേഷിക്കണം. ഞാനും സിജിയും ഇപ്പോൾ ഈ നഷ്ടപ്പെട്ട ഈ 5 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് റിലേറ്റഡായിട്ട് ആൾക്കാർ, നാട്ടുകാരെല്ലാം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ട. ഇപ്പം ഈ ഇതിനോടകം തന്നെ ഒരു 150ഓളം വീഡിയോകൾ ഡിജിറ്റൽ ന്യൂസ് ഹാർഡ് ഫാമർ ചാനലിൽ കൂടെ ജനങ്ങൾക്കായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തേടിയുള്ള യാത്രകളായിരുന്നു. വരും ദിവസങ്ങളിലും ഇനിയും വീഡിയോ 1 by 1 ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ ഇതിൽ നിന്നും യാതൊരു രീതിയിലും ഒരു പിന്നോക്കവുമില്ല. വളരെയധികം ഭീഷണികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നുണ്ട്. നമ്മളിതൊന്നും കണ്ട് നമ്മൾ പേടിക്കുന്ന ആൾക്കാരല്ല. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല.
ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. നിങ്ങൾ അസഭ്യം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളെ തന്നെ തേടി വരും. നമ്മളൊരു പോലീസിൽ അഭയം പ്രാപിക്കാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ നിങ്ങളുടെ നമ്പർ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ വരും. അത് കാരണം ആരുടെയും ഭീഷണികൾ കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തിരിയല്ല. ഞങ്ങൾക്ക് ഇതൊന്നും പേടിയില്ല. സത്യത്തിൻ്റെ നേർക്കാഴ്ചയിൽ നിങ്ങളുടെ ഒപ്പം ഞാനും സിജിയും ഉണ്ടാകുമെന്ന ഉറപ്പോടെ ഇന്നിവിടെ പറഞ്ഞു പിരിയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഡിക്റ്റ് ന്യൂസ് ചാനൽ.